കാസർഗോഡ് ചെർക്കള മാസ്തിക്കുണ്ടിൽ ലഹരി വിൽപ്പന സംബന്ധിച്ച വിവരം പോലീസിന് നൽകിയെന്നാരോപിച്ച് ഉമ്മയെയും മകനെയും വീട് കയറി ആക്രമിക്കുകയും ജനൽ ചില്ല് എറിഞ്ഞു തകർക്കുകയും ചെയ്ത കേസിൽ ഒരാൾ അറസ്റ്റിൽ. മാസ്തിക്കുണ്ട് കച്ചിക്കാട്ടെ മുഹമ്മദ് നിയാസിനെയാണ് വിദ്യാനഗർ ഇൻസ്പെക്ടർ UP വിപിനും സംഘവും അറസ്റ്റ് ചെയ്തത്. ഭീമ ജ്വല്ലറി, ഓൾഡ് പ്രസ് ക്ലബ് ജംഗ്ഷൻ, കാസർഗോഡ്. ഇക്കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയ്ക്കാണ് ചെർക്കള മാസ്തിക്കുണ്ടിൽ ലഹരി വിൽപ്പന സംബന്ധിച്ച വിവരം പോലീസിന് നൽകിയെന്നാരോപിച്ച് ഉമ്മയെയും മകനെയും വീട് കയറി ആക്രമിക്കുകയും ജനൽ ചില്ല് എറിഞ്ഞു തകർക്കുകയും ചെയ്ത സംഭവമുണ്ടായത്. KK-പുറം കുന്നിൽ കാച്ചിക്കാട്ടെ B അഹമ്മദ് സിനാൻ, മാതാവ് B സൽമ എന്നിവരാണ് ആക്രമണത്തിനിരയായത്. പരിക്കേറ്റ ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ താമസം തുടങ്ങിയ കർണാടക സ്വദേശികളായ ഉമറുൽ ഫാറൂഖ്, സഹോദരൻ മുഹമ്മദ് നിയാസ് എന്നിവരാണ് അക്രമത്തിന് പിന്നിലെന്ന് പരാതിയിൽ പറഞ്ഞിരുന്നു. സംഭവത്തിൽ വിദ്യാനഗർ പോലീസ് കേസെടുക്കുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതികളിലൊരാളായ മുഹമ്മദ് നിയാസിനെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. കേസിലെ മുഖ്യപ്രതിയും മുഹമ്മദ് നിയാസിന്റെ സഹോദരനുമായ ഉമറുൽ ഫാറൂഖ് ഒളിവിലാണ്. ഇയാൾക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നും MDMA-യുമായി ഉമറുൽ ഫാറൂഖിനെയും മറ്റൊരാളെയും നേരത്തെ ആദൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നതായി പറയുന്നു. ഇതിന് പ്രതികാരമായി പോലീസിന് വിവരം നൽകിയത് അഹമ്മദ് സിനാനാണെന്നാരോപിച്ചായിരുന്നു വീട് കയറി ആക്രമണം നടത്തിയതെന്നാണ് പറയുന്നത്. സംഭവം നാട്ടിൽ വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഇടയാക്കിയത്. ഇതിനിടയിലാണ് ഒരു പ്രതിയെ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.